കാറ്ററാക്ട് സർജറിക്ക് വരുന്ന പേഷ്യൻസിന് എടുക്കേണ്ട ഒരു പ്രധാന തീരുമാനമാണ് തിമിരം ബാധിച്ച ലെൻസ് എടുത്തു മാറ്റി പകരം ഏത് IOL ഇൻട്രോക്യുലർ ലെൻസ് ഇടണം എന്നുള്ളത്. ഈ ഇൻട്രോക്യുലർ ലെൻസ് ഡിസിഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് തീരുമാനം എളുപ്പമാകും. ഇത് കഴിഞ്ഞിട്ടും IOLന്റെ മെഷർമെന്റ്സ് എല്ലാം എടുത്തു കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് അടുത്തൊരു ക്വറി വരും, ടോറിക് IOL ഇടണോ വേണ്ടിയോ എന്നുള്ളത്. ടോറിക് IOL എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കണ്ണിന്റെ അനാറ്റമി മനസ്സിലാക്കണം. കണ്ണിന്റെ മുൻവശത്ത് നമുക്കൊരു കോർണിയ, കൃഷ്ണമണി ഉണ്ട്. ഈ കൃഷ്ണമണിയിലൂടെ ലൈറ്റ് കടക്കുന്നു. കൃഷ്ണമണിയുടെ പുറയിൽ നമുക്ക് ലെൻസ് ഉണ്ട്. ഈ ലെൻസ് തിമിരം ബാധിച്ചുകൊണ്ടാണ് ഇപ്പൊ പ്രകാശം കടക്കാത്തത്. അപ്പൊ ഈ തിമിരം ബാധിച്ച, കാറ്ററാക്ട് ബാധിച്ച ലെൻസ് എടുത്തു മാറ്റി പകരം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് ഇടുന്നു. അപ്പൊ പ്രകാശം കോർണിയയിലൂടെ കടക്കുന്നു, ക്ലിയർ ആയ ലെൻസിലൂടെ കടക്കുന്നു, റെറ്റിനയിൽ എത്തുന്നു, പേഷ്യന്റ് ക്ലിയർ ആയിട്ട് കാണുന്നു. ചിലർക്കെങ്കിലും നമ്മൾ ഈ IOLന്റെ കണ്ണിന്റെ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ ഈ കോർണിയയ്ക്ക് നേരെയും കുറുകയും മെഷർമെന്റ്സ് എടുക്കുമ്പോൾ ക്രമാതീതമായ ഒരു വളവ് പോലെ കണ്ടേക്കാം. ആസ്റ്റിഗ്മാറ്റിസം എന്ന് വിളിക്കും. ഒരു പരിധി വിട്ട് ആസ്റ്റിഗ്മാറ്റിസം കോർണിയയ്ക്ക് വളവുണ്ടെങ്കിൽ ഈ കോർണിയയിലൂടെ വരുന്ന ലൈറ്റ് തന്നെ ക്ലിയർ ആവില്ല. പിന്നെ നമ്മൾ ലെൻസ് ഏതിട്ടാലും ഈ ലെൻസിലൂടെ കടക്കുന്ന ലൈറ്റ് റെറ്റിനയിൽ എത്തുമ്പോൾ കാണുന്ന ഇമേജ് അത്ര ക്ലിയർ ആവില്ല. കാരണം വന്ന ലൈറ്റ് അത്രയും ട്രാൻസ്പെറന്റ് പാരലലും അല്ല. അപ്പൊ അതുകൊണ്ട് ചില പേഷ്യൻസിന് ഈ വളവ് ഒരു ക്രമാതീതമായ ഒരു ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കും, ടോറിക് IOL ഓപ്റ്റ് ചെയ്യണോ. ടോറിക് IOL ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അതാത് പേഷ്യൻസിന്റെ കോർണിയയുടെ ആസ്റ്റിഗ്മാറ്റിസത്തിന് ആനുപാതികമായി അത് കറക്റ്റ് ചെയ്യുന്ന ഒരു ലെൻസ് കണ്ണിനുള്ളിൽ ഇടും. അപ്പോൾ കോർണിയയിലൂടെ വരുന്ന ലൈറ്റ് ഈ ലെൻസ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് റെറ്റിനയിൽ വീഴും, നമ്മൾ ക്ലിയർ ആയി കാണുന്നു. വായിക്കാൻ ഇഡോഫും മോണോഫോക്കൽ ഇട്ട പേഷ്യൻസിനൊക്കെ അപ്പോഴും നമുക്ക് കണ്ണട വേണ്ടി വന്നേക്കാം. മൾട്ടിഫോക്കൽ ഇടുന്ന പേഷ്യൻസിൽ, ലെൻസ് ഇടുന്ന പേഷ്യൻസ് ആണെങ്കിൽ ടോറിക് IOL കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരേക്കും ഇടയിലേക്കും അടുത്തേക്കും ഒക്കെ കണ്ണട ഇല്ലാണ്ട് ക്ലിയർ ആയി കിട്ടും. ഇനി ടോറിക് IOL നമ്മൾ സാധാരണ ഓപ്റ്റ് ചെയ്യുന്ന ലെൻസ് പ്ലാറ്റ്ഫോമിനേക്കാളും കുറച്ച് വില കൂടുതൽ വരും. അപ്പൊ നിങ്ങൾ ടോറിക് വേണ്ടെന്ന് തീരുമാനിച്ചാലോ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആ ആസ്റ്റിഗ്മാറ്റിസം കറക്റ്റ് ചെയ്യുന്ന കണ്ണട അതിനാനുപാതികമായി സർജറിക്ക് ശേഷം വെക്കേണ്ടി വരും എന്ന് മാത്രം. ചെറിയ തോതിലുള്ള ആസ്റ്റിഗ്മാറ്റിസം ഒന്നും മേ ബി വലിയ വ്യത്യാസങ്ങൾ വരില്ല. പക്ഷെ നല്ല ആസ്റ്റിഗ്മാറ്റിസം ഉള്ള പേഷ്യൻസിന് ഡോക്ടർ ഒന്നും കൂടി പറയും ടോറിക് ഇട്ടാൽ നല്ലതായിരിക്കും എന്നുള്ളത്. കാരണം നമ്മളൊരു കണ്ണടയെ കിട്ടുന്നതിനേക്കാളും ഒന്നും കൂടി ഷാർപ്പർ, ക്രിസ്പർ, ക്ലിയറർ ഇമേജ് നമുക്ക് ടോറിക് IOL ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഒന്നുകൂടി ഒരു നാച്ചുറൽ ഇമേജ് കിട്ടും. എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ്. ഒരു +3 ആസ്റ്റിഗ്മാറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് വന്നിട്ട് ഒരു 50 വയസ്സുള്ള ഒരു പേഷ്യന്റ്, എന്റെ ഡോക്ടർ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ക്ലിയർ ആയി കണ്ടിട്ടില്ല. കാരണം ഈ കോർണിയയുടെ പ്രത്യേകത അവർക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. അപ്പൊ പെട്ടെന്നാണ് ഈ കറക്റ്റ് ടോറിക് ലെൻസ് ഇട്ടപ്പോൾ അവർ ആദ്യമായിട്ട് ഷാർപ്പായിട്ട് ഇമേജസ് കാണുന്നത്. അതുകൊണ്ട് ടോറിക് IOLകളെ പറ്റി ഹോസ്പിറ്റലിൽ നിങ്ങളോട് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ടോറിക് IOL.